എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ദക്ഷയാഗം നടന്ന പുണ്യഭൂമിയാണ് കൊട്ടിയൂർ എന്നതിന് ശിലാരേഖകളും പുരാലിഖിതങ്ങളും ചരിത്രാവശിഷ്ടങ്ങളുമൊന്നും കാര്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ക്ഷേത്രോത്ഭവ ചരിത്രമുൾപ്പെടെയുള്ള പുരാവൃത്തങ്ങളും സ്ഥലനാമ പുരാണങ്ങളും വൈശാഖ മഹോത്സവ ചടങ്ങുകളും അനുബന്ധ കർമ്മങ്ങളും വ്യക്തമാക്കുന്നത് ദക്ഷപ്രജാപതി ബൃഹസ്പതി യാഗം നടത്തിയ പർവ്വതസാനു പ്രദേശം തന്നെയാണിതെന്നാണ്. യാഗത്തിൻ്റെ പര്യവസാന ഘട്ടത്തിൽ ത്രിമൂർത്തികൾ മൂവരും കൂടിച്ചേർന്ന് ദർശനമേകിയ ഊരാണ് കൊട്ടിയൂർ. കൂടിച്ചേർന്ന ഊര് കുടിയൂർ എന്നും കാലക്രമത്തിൽ കുടിയൂർ കൊട്ടിയൂറായി പരിണമിക്കുകയും ചെയ്തു. ത്രിശിരസ് തപസ്സനുഷ്ഠിച്ച പർവ്വതം ത്രിശിരാചലം എന്ന പേരിൽ അറിയപ്പെട്ടു. ത്രിശിരസിൻ്റെ ഭൗതിക ശരീരം മണ്ണിൽ അലിഞ്ഞു ചേർന്ന താഴ്വര പ്രദേശം ത്രിച്ചെറുമന്ന എന്നായി തീരുകയും ചെയ്തു. ജനസഹസ്രങ്ങൾ പുണ്യം തേടിയെത്തുന്ന ഈ ശിവസന്നിധി ദക്ഷിണ കാശി എന്ന പേരിൽ മഹത്വവൽക്കരിക്കപ്പെട്ടു. ശ്രീ കൊട്ടിയൂരിന് ദക്ഷിണ കാശി എന്ന മഹനീയ പദവി നൽകിയത് ശ്രീ ശങ്കരാചാര്യരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഈ പുണ്യസങ്കേതത്തെ വടക്കീശ്വരം, വടക്കുംകാവ് എന്നിങ്ങനെയെല്ലാം പറയാറുണ്ട്. ദക്ഷയാഗ ചരിതത്തിൽ ദാക്ഷായണിയുടെ യാഗവേദിയിലേക്കുള്ള യാത്രാഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥലനാമങ്ങളുണ്ട്. യാഗദർശനത്തിനായി കൈലാസേശ്വരൻ്റെ മുന്നറിയിപ്പുകൾ കാര്യമായി എടുക്കാതെ പുറപ്പെട്ടിറങ്ങിയ ദേവിക്ക് ഭവിഷ്യത്തുകൾ എന്താവുമെന്ന ആശങ്കയാൽ തിരിച്ചു പോയാലോ എന്ന ചിന്തയുണ്ടായി. തിരിച്ചു പോകുവാനും മനസ്സ് വന്നില്ല. അങ്ങനെ കഠിനവേദനയിൽ മനംനൊന്ത് കണ്ണീർ പൊഴിച്ച സ്ഥലമാണത്രേ കണ്ണീരാറ്റിൽ. കണ്ണീർ കണങ്ങൾ പതിച്ച ആറ്, അതായത് പുഴ, കണിച്ചാർ എന്നറിയപ്പെട്ടു. യാഗവേദി കാണാനുള്ള ആകാംക്ഷയാൽ ദേവി കഴുത്തുയർത്തി നീണ്ടു നിവർന്ന് നോക്കിയത്രേ. നീണ്ടു നോക്കിയ സ്ഥലമാണിന്ന് നീണ്ടു നോക്കി എന്നറിയപ്പെടുന്നത്. വേറെയും ഇതേപോലെയുള്ള സ്ഥലനാമങ്ങളുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.